ഹലോ വെൽക്കം ബാക്ക് ടു മൈ 12th വീഡിയോ. സോ ഈ ഒരു കഴിഞ്ഞ 5 years ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ്. ഓൾസോ ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ ആണെങ്കിലും ഇപ്പൊ എന്റെ ഏജ് 23 ആണ്. ഫ്രം പാസ്റ്റ് ദീസ് ഇയേഴ്സ് ഞാൻ സക്സസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഫെയിലിയേഴ്സും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ്, എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിന് ഫെയിലിയേഴ്സ് എന്നെ എവോൾവ് ആക്കിയ പോലെ, ഡെവലപ്പ് ചെയ്ത പോലെ, മെച്യൂർഡ് ആക്കിയ പോലെ സക്സസ് എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. സക്സസ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ മൊമെന്റ് അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം വരെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നല്ലാതെ അതൊന്നും വേറെ ഒന്നും വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, എവോൾവ് ആക്കാൻ പറ്റിയ കാര്യങ്ങൾ, എന്നിൽ തന്നെ വന്ന ഡെവലപ്മെന്റ്സ്, അതായത് ആ ഒരു മോഷൻ സമയത്ത് എന്നെ എങ്ങനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാന്നുള്ള കാര്യം പഠിപ്പിച്ചു തന്ന ഒരു സിറ്റുവേഷൻ. അക്കോർഡിംഗ് ടു മീ ഫെയിലിയർ ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ വിത്ത് മീ. അതിപ്പോ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഫെയിൽ ആവണം തന്നെ ആവണമെന്നില്ല. നമ്മുടെ ഓരോ മോഷൻ സിറ്റുവേഷനെയും നമ്മുടെ ഫെയിലിയർ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് തിങ്ങിൽ തന്നെയാണ് കാണുക, അല്ലെ? ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യങ്ങളെക്കാളും ചീത്ത കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ എവോൾവ് ചെയ്യുന്ന പല രീതികളും ഉണ്ടാവും. അത് ഒരിക്കലും ഒരു നല്ല സിറ്റുവേഷനിൽ ഒരു സക്സസ് ആയ ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിനെക്കാളും എത്രയോ മടങ്ങായിരിക്കും നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ വരുത്തുന്ന ഒരു ചേഞ്ച് ഫെയിലിയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അക്കോർഡിംഗ് ടു മീ എനിക്ക് നടന്നതിൽ ഏറ്റവും നല്ല കാര്യം എന്റെ ഫെയിലിയേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ മോഷൻ സിറ്റുവേഷൻസ് തന്നെയാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. സക്സസിന്റെ സമയത്ത് എല്ലാവരും കൂടെ ഉണ്ടാവും, എല്ലാവരും ക്ലാപ്പ് ചെയ്യും, നമ്മുടെ എന്താ പറയാ കൂടെ എൻജോയ് ചെയ്യാനും എവറിത്തിങ് ആൾക്കാരുണ്ടാവും. പക്ഷെ ഫെയിലിയേഴ്സ് അങ്ങനെയല്ല, നമുക്ക് കാണിച്ചു തരും ഹൂ ഇസ് ദ ട്രൂ വൺ, ഹൂ ഇസ് ദ ഫേക്ക് വൺ, ആൻഡ് എന്താ പറയുക സിറ്റുവേഷൻസ് എങ്ങനെ മാറുന്നു, ആൾക്കാർ എങ്ങനെ മാറുന്നു, എവറിത്തിങ് ദ റിയാലിറ്റി ഓഫ് ദ ഡാർക്ക് സൊസൈറ്റി നമുക്ക് ഫെയിലിയറിന്റെ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ബട്ട് വേഴ്സ്റ്റ് ആയിട്ടുള്ള ടൈമിൽ വരുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാൻ പറ്റും. അതിപ്പോ ഞാൻ ആൾക്കാരും സിറ്റുവേഷൻസിനെയും മാത്രമല്ല കേട്ടോ പറഞ്ഞേ, നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്ക് എത്രത്തോളം എവോൾവ് ആവാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ റോക്ക് ബോട്ടം വൺസ് എ ലൈഫ് ടൈമിലും ടച്ച് ചെയ്തിട്ടുണ്ടാവണം. ബിക്കോസ് എപ്പോഴും സക്സസ് ആയി പോണവനേക്കാളും തോറ്റ് ജയിക്കുന്നവന്റെ ഒരു വിജയം ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. ബിക്കോസ് എന്താണെന്നറിയോ, ഈ ഫെയിലിയേഴ്സ് നമുക്ക് തരുന്ന ലെസൺസ് ഉണ്ട്. അത് വേറെ എവിടെയും നമുക്ക് വേറെ ഏത് ബുക്സ് ഒന്നും വേറെ ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ അതിന് പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ആരും പഠിപ്പിച്ചു തന്നാലോ വേറെ ആരുടെ ഒരു ലൈഫ് സ്റ്റോറി നോക്കി ചെയ്താലോ ഒന്നും നമുക്ക് കിട്ടില്ല. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ ജസ്റ്റ് ഒരു കേട്ടിരിക്കുന്ന കേൾവിക്കാരൻ മാത്രമാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയ്ക്കും ഇതായിരുന്നു അല്ലേ, ഞാൻ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇങ്ങനെയൊക്കെ ഫെയിലിയർ ആയിട്ട് ഇത്രയൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചേന മാങ്ങ എന്നൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്ന വ്യക്തിന് എനിക്ക് സിമ്പതി മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മളത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഷോ ഇത്രയ്ക്ക് ആയിരുന്നല്ലേ എന്നല്ലവല്ല. അപ്പൊ ഇതേപോലെ തന്നെയാണ് സക്സസ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിക്കോട്ടെ എന്തൊരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാത്തതും കാലം നമുക്ക് അതിന്റെ ഒരു ഡെപ്ത് എന്താണെന്നുള്ള കാര്യം ഒരിക്കലും മനസ്സിലാവില്ല. സോ അവിടെ ഞാൻ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യാം. നിങ്ങളിപ്പോ എത്ര മോശം അല്ലെങ്കിൽ ഫെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ടുള്ള ഫേസിൽ കൂടിയാണ് പോകുന്നുണ്ടെങ്കിലും ഡോണ്ട് സീക്ക് ഫോർ സിമ്പതി. കാരണം ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ അടിപൊളിയായിട്ട് പോവാണെങ്കിലും ബി സ്ട്രോങ്. ഇനി അതല്ല നിങ്ങൾ വേഴ്സ്റ്റ് ആയിട്ട് പോവാണെന്നുണ്ടെങ്കിലും ബി സ്ട്രോങ്. ലൈക്ക് എന്താ പറയാ, അല്ലാതെ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ട് ആരോടും പോയി ഇങ്ങനെ സംഭവിച്ചു നമ്മുടെ വേഴ്സ്റ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ നത്തിങ് വി ഗോയിങ് ടു ഗെറ്റ്. നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഇതൊക്കെയാണ്. അല്ലാതെ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നമുക്ക് ഷെയർ ചെയ്യാം. അല്ലാത്ത പക്ഷെ എല്ലാവരോടും ഇങ്ങനെ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എനിക്കൊരു സിമ്പതി പിടിച്ചു പറ്റാൻ ഒരിക്കലും നോക്കരുത്. അത് നമുക്ക് ഒരു രീതിയിൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമല്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഫെയിലിയേഴ്സിലൂടെ പോകുന്ന സമയത്ത് ജസ്റ്റ് എക്സ്പീരിയൻസ് ഇറ്റ്. അല്ലാതെ അയ്യോ അത് എങ്ങനെയെങ്കിലും ഒന്ന് ആയാൽ മതി ഫ്രസ്ട്രേറ്റഡ് ആവാൻ നിൽക്കാതെ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മുടെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുക. പലർക്കും ഫെയിൽ ആവുന്ന സമയത്ത് അയ്യോ അവൻ കാരണം ഇങ്ങനെ സംഭവിച്ചു, ഇവള് കാരണം ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ ആയി എന്ന ലെവലിൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാതെ ഫെയിലിയർ ആവുന്ന ടൈമിൽ ആ ഒരു ഹാർഡ് ഫേസിൽ നമ്മുടെ കൂടി ഇരിക്കുക ആൻഡ് അക്സെപ്റ്റ് ചെയ്യുക. നമ്മളാണ് റെസ്പോൺസിബിൾ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കാരണം നമ്മളെ ഏതെങ്കിലും ഒരു രീതിയിൽ കാരണമായിരിക്കും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക. സോ അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക്. ആദ്യം എന്താണ് നമ്മുടെ മിസ്റ്റേക്ക് എന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക ആൻഡ് അക്സെപ്റ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അതിൽ വർക്ക് ചെയ്യുക. അല്ലാതെ അതിന് ഒളിച്ചോടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ഫുൾ ഒളിച്ചോടാനേ സമയം ഉണ്ടാവത്തുള്ളൂ. സോ എന്തുകൊണ്ട് അത് സംഭവിച്ചു, അതിന്റെ ബാക്കിലുള്ള കാരണങ്ങൾ നോക്കുക, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക. എന്റെ ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും എന്റെ ബിസിനസ്സിൽ ഇത്രയും ലോസ് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. സോ ഓക്കെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, എനിക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു ഹാർഡ് ഫേസിൽ ഞാൻ എന്നെ പ്രോപ്പർ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്യാം. സോ ദാറ്റ് അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ആഫ്റ്റർ ദാറ്റ് ഫെയിലിയർ ടൈം വിൽ ചേഞ്ച്. അത് അങ്ങനെ തന്നെ പോകാനും പോകുന്നില്ല. ബട്ട് നിങ്ങൾ നെക്സ്റ്റ് ഒരു സക്സസ് അച്ചീവ് ചെയ്യുന്ന ഒരു ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം ഡെവലപ്പ് ആവാൻ പറ്റും അത്രയും ഡെവലപ്പ് ആവും. കാരണം നിങ്ങൾ പറയാം റോക്ക് ബോട്ട് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം വർക്ക് ചെയ്യുക. അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഓരോന്നിനും പഴിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, നമ്മൾ വർക്ക് ചെയ്യുക. സോ ദാറ്റ് വൺസ് അഗെയിൻ നമ്മൾ സക്സസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് നെക്സ്റ്റ് ലെവൽ ആയിരിക്കാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, തോറ്റ് ജയിക്കണവന്റെ സക്സസ് അത് വേറെ ലെവലായിരിക്കും. അത് എല്ലാ രീതിയിലും. കാരണം ചിലപ്പോൾ നമ്മൾ ആരും വിശ്വസിക്കുന്നുണ്ടാവില്ല. ഇവൻ അഗെയിൻ കയറി വരുന്ന ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. ഇവൻ നമ്മുടെ ഫാമിലിക്ക് പോലും ചിലപ്പോൾ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു 100% വിശ്വാസം ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ തീരുമാനം എടുക്കുവാണ് ദാറ്റ് ഓക്കെ ഇതെന്റെ എൻഡ് ഒന്നും അല്ല ഈ ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു റോക്ക് ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ വർക്ക് അഗെയിൻ ആൻഡ് ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ അഗെയിൻ എന്നുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് നമ്മളെ ഡെവലപ്പ് ചെയ്ത് പണി എടുത്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ഹാർഡ് ഫേസിൽ. അതായത് നമ്മൾ സീറോയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ക്ലാപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല, പക്ഷെ സക്സസിൽ എത്തുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു
ലോ ലെവലിൽ നമ്മൾ നമുക്ക് തന്നെ ക്ലാപ്പ് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യണം. കാരണം ആരെങ്കിലും വന്ന് ബാക്കിൽ നിന്ന് തള്ളട്ടെ ഞാൻ കയറി പോകാൻ വേണ്ടി നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം താഴെ നിൽക്കുന്ന സമയത്ത് ആരും വരില്ല. അതാണ് റിയാലിറ്റി. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ ആ ഒരു ടൈമിൽ നമ്മൾ നമ്മളെ തന്നെ നല്ല ലെവലിൽ പുഷ് ചെയ്യുക. വർക്ക് ആവുന്നുണ്ടല്ലോ അല്ലെ, ചില സമയത്ത് വർക്ക് ആവില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നല്ല ലെവലിൽ ആ ഒരു ടൈമിൽ പുഷ് ചെയ്യുക, നമ്മളെ ഡെവലപ്പ് ചെയ്യുക. വി വിൽ ഡെഫിനറ്റ്ലി വിൽ റീച്ച് ദ സക്സസ്. ആൻഡ് ഓൾസോ ഞാൻ എല്ലാ വീഡിയോനകത്ത് പറയുന്ന പോലെ ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്. ലൈഫ് ഇങ്ങനെ തന്നെയാ, ഒരു തിരുമാല പോലെ. അപ്പണ്ടെങ്കിൽ ഡൗൺ ഉണ്ടാവും, അപ്പണ്ടെങ്കിൽ ഡൗൺ ഉണ്ടാവും. ബട്ട് ഡൗൺ ഫേസിൽ പ്രിപ്പയർ യുവർ സെൽഫ്, ബിൽഡ് യുവർ സെൽഫ് ഇൻ ടു എ ബെസ്റ്റ് വേർഷൻ. സോ സക്സസ് നിങ്ങൾക്ക് പ്രോപ്പർലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കാരണം ഫെയിലിയറിന്റെ ടേസ്റ്റ് അറിയാത്തവരെ സംബന്ധിച്ചോളം സക്സസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അതായത് ഓൾറെഡി നല്ല ലെവലിൽ ഫൈനാൻഷ്യലി അടിപൊളിയായിട്ട് വ്യക്തിനെ സംബന്ധിച്ചോളം പിന്നെയും ഫൈനാൻഷ്യൽ തിങ്സ് ഗ്രോ ആവുന്ന സമയത്ത് ആ വ്യക്തി ജസ്റ്റ് ഓക്കെ ഹാപ്പി നോർമൽ. പക്ഷെ അത്രയും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം കയറി വന്ന് ഫൈനാൻഷ്യലി ബെറ്റർ ആവുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. വി ഓൾ ആർ ഫ്രം മിഡിൽ ക്ലാസ് റൈറ്റ്, ബട്ട് ഇമാജിൻ എ ഡേ ലൈക്ക് നമ്മൾ നമ്മുടെ ഓൺ വീട് വെക്കുവാണ്, കാർ വാങ്ങിക്കുവാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് നമ്മുടെ ഫോൺ നമ്പറിന്റെ അത്രയും വലുതാവുകയാണ്. ആ ഒരു ഡേ ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ കൈൻഡ് ഓഫ് ഗൂസ് ബംസ് അല്ലേ? കാരണം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല നമ്മുടെ ലൈഫിൽ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇറ്റ്സ് മൈൻഡ് ബ്ലോയിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രം ഫെയിലിയർ ടു സക്സസ് ഇറ്റ്സ് എ അമേസിംഗ് ജേർണി എ പേഴ്സൺ ക്യാൻ ഗോ ത്രൂ. അപ്പൊ അത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകേണ്ടതല്ല. എൻജോയ് ഇറ്റ്, എക്സ്പീരിയൻസ് ഇറ്റ്, ഡെവലപ്പ് യുവർ സെൽഫ് ആൻഡ് യു വിൽ എവോൾവ് ഇൻ ടു എ ബെറ്റർ പേഴ്സൺ. ഒരിക്കലും താഴോട്ട് പോവില്ല. അതിനേക്കാളും ഇനി എന്താ താഴോട്ട് പോകാനുള്ളത്? എന്തായാലും ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് ഡെവലപ്പ് ആവത്തേ ഉള്ളൂ. യു ക്യാൻ മേക്ക് ദാറ്റ് ജേർണി ഫ്രം ഫെയിലിയർ ടു സക്സസ് ആസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് ഇൻ യുവർ ലൈഫ്. അതേസമയം നിങ്ങൾ അവിടെ ഡൗൺ ആയി നിൽക്കുവാണെങ്കിൽ കുറച്ച് നേരം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആൾക്കാരുടെ സിമ്പതി മാത്രം നിങ്ങളിൽ ഉണ്ടാവത്തുള്ളൂ. അല്ലാത്ത പക്ഷം കുറച്ച് നേരം നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ മേക്ക് ഇറ്റ് ഹാപ്പൻ ആക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് യെസ് ഇറ്റ് വാസ് സോ ഹാർഡ്, still I made it happen. Our feel is another level. So yeah, it's all about this video.